നേരത്തെ പറഞ്ഞ മൊബൈൽ അഡിക്ഷനും മറ്റും മനസ്സിലാക്കേണ്ടത് മക്കളാണ്. അതെ അതെ അവരാണ് ഇതെല്ലാം കേൾക്കേണ്ടത്. പലപ്പോഴും അവരിലേക്ക് ഇതൊക്കെ എത്തുന്നില്ല എന്നത് സങ്കടമാണ്. അവർ വേറെ ലോകത്തുമാണ് എന്നത് മുഹമ്മദ് എന്നൊരു ശ്രോതാവ് മലപ്പുറത്ത് നിന്ന് അതെ അതെ പക്ഷേ പറയുന്നുണ്ട്. സത്യമാണ് പറഞ്ഞത്. പക്ഷെ പക്ഷെ ഒരുപാട് കുട്ടികൾ അതെ പീസ് റേഡിയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചങ്ങാതിക്കൂട്ടം പ്രോഗ്രാമിലും അതേപോലെ തന്നെ ടെലിഗിസുമായി അതെ ബന്ധപ്പെട്ടൊക്കെ കുട്ടികൾ കണക്റ്റഡ് ആണ്. എന്നാൽ പോലും ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മുതിർന്ന മക്കൾ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ്റെയും മറ്റുമൊക്കെ ലോകത്തുള്ള കുട്ടികൾ അവർ ഇത്തരം കാര്യങ്ങൾ കേൾക്കുക എന്നത് അതെ പ്രധാനമാണ്. അതെ അവിടെയാണ് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് തുടങ്ങാനിരിക്കുന്ന ഈ ഒരു പുതിയ അധ്യയന വർഷത്തിൽ ഒരുപാട് പതിറ്റാണ്ടുകളായി പുനരാരംഭിക്കാൻ തുടങ്ങുന്നത്. അതെ അതെ ഒരുപാട് പതിറ്റാണ്ടുകളായി അതെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് CRE. CRE എന്ന് അതെ പറയുന്നത്, കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ, തുടർ മതവിദ്യാഭ്യാസ പദ്ധതി. അതെ അപ്പോൾ ആ നിലക്ക് ഇപ്പോൾ ഈ ഒരു ശ്രോതാവ് ചോദിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകം പറയുകയാണ്, നമ്മുടെയൊക്കെ നാടുകളിൽ അത്തരം CREയുടെ പുതിയ അധ്യയന വർഷത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സന്ദർഭമാണ്. ഇന്നു മുതലും അതുപോലെ നാളെ ജൂൺ 15 മുതലൊക്കെ അത് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രദേശത്ത് തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകളുണ്ട്. ഉണ്ടാവും. ഡിഗ്രി പ്രായത്തിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ അവിടെ പങ്കെടുപ്പിക്കാം. അത്തരത്തിലൊരു സന്ദർഭത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു അതെ അതെ പോകുന്നത്. അവർക്ക് ഒരു ദിശാബോധം അതിലൂടെ കിട്ടും. കാരണം ആ തീർച്ചയായിട്ടും ഒരു നോട്ട്സും അതുപോലുള്ള ആക്ടിവിറ്റികളും മറ്റുമൊക്കെ അവരെ എൻഗേജ് ചെയ്യാനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ പഠിപ്പിച്ചു കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല കൃത്യമായ ഒരു കേന്ദ്രീകൃതമായ സിലബസ് ഈ ഒരു സിലബസ് CRE സംവിധാനത്തിൽ ഉണ്ട്. ഉണ്ട്. അതേപോലെ തന്നെ ആക്ടിവിറ്റികളും വിവിധങ്ങളായ സെഷനുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആഴ്ചയിൽ ഒരു 1.5 മണിക്കൂർ അതെ സമയം അതെ മാത്രമാണ്. അതെ അതെ മിക്കവാറും സ്ഥലങ്ങളിൽ ഞായറാഴ്ചകളിലാണ്, ഞായറാഴ്ചയാണ് ചില സ്ഥലങ്ങളിലെങ്കിലും ശനിയാഴ്ചകളിലോ മറ്റൊക്കെ ദിവസങ്ങൾക്ക് ദിവസം. മാറ്റങ്ങളുണ്ട്. എങ്കിലും ആ വീക്കെൻഡിൽ ഒരു പിന്നെ ആഴ്ചയുടെ അവസാനത്തിൽ ഈ നിലയ്ക്കൊരു 1.5 മണിക്കൂർ നമ്മുടെ മക്കൾ ദീനീ പഠനത്തോടൊപ്പം ചെലവഴിക്കട്ടെ. അതിൽ രക്ഷിതാക്കൾക്ക് ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ യാത്രകൾ അതുപോലെ തന്നെ നമ്മുടെ വിരുന്നുകളും മറ്റുമൊക്കെ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അതെ, അവരുടെ ലൈഫിൽ ആ ഒരു 1.5 മണിക്കൂർ നമ്മുടെയൊക്കെ നാട്ടിൽ എപ്പോഴാണോ CRE നമുക്ക് ആ പ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അതിനനുസരിച്ച് ക്രമീകരിക്കണം. ക്രമീകരിക്കണം. ഇപ്പോൾ സ്കൂളുള്ള ടൈമിൽ തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 4 മണി വരെ നമ്മളൊരു സൽക്കാരത്തിനും പോകാറില്ലല്ലോ, ഇല്ല ഇല്ല ഒരു കല്യാണത്തിലും പങ്കെടുക്കാറില്ല നോർമലി. അപ്പോൾ അതുപോലെ നമ്മുടെ മക്കളുടെ ലൈഫിൽ, കാരണം എന്താ അറിയോ, നമ്മൾ ഈ മദ്രസ പഠനം ഒരു 1-ാം ക്ലാസ് മുതൽ ഒരു നോർമലി ഒരു 7-ാം ക്ലാസ് 7 വരെയൊക്കെ 5-7 ക്ലാസ് വരെയൊക്കെയാണ് അതെ അതെ സാധാരണഗതിയിൽ മക്കളൊക്കെ മദ്രസ പഠനം നിർവഹിക്കുന്നത്. അതിന് മുകളിലേക്ക് നിർവഹിച്ചാൽ വളരെ നല്ലതാണ്. നല്ലത്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ശരിക്ക് അതെ നമ്മളാണെങ്കിലും അതെ അതെ ഇപ്പോൾ ഇക്കാലത്തെ മക്കളാണെങ്കിലും ഒക്കെ ശരിക്കുമുള്ള ലോകത്തേക്ക് എക്സ്പോസ്ഡ് ആവുന്നത്, അതെ അതെ അല്ലേ? അപ്പോഴാണ് ഇവർ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്ന ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കൊണ്ടുവരേണ്ട ഒരു സമയം കൂടി അതെ, അതാണ്. ഒരു അതെ ബോധത്തിലേക്കും അതെ ഒരു പ്രായപൂർത്തി എത്തുന്ന പ്രായത്തിലേക്ക്, അതെ കൗമാര അതെ അതെ പ്രായത്തിലേക്ക്, പിന്നെ ഇത്തരം തിന്മകളൊക്കെ ചുറ്റിലും കാണുന്നതും ബോധ്യപ്പെടുന്നതും ഒക്കെ ആ പ്രായത്തിന് ശേഷമാണ്, മദ്രസ പ്രായത്തിന് ശേഷമാണ്. അതെ അതെ ഹൈസ്കൂളിലേക്ക് എത്തുന്നു, പിന്നീട് ഹയർ സെക്കൻഡറി, പിന്നീട് ക്യാമ്പസ്, ക്യാമ്പസുകൾ അവിടെയൊക്കെ എത്തുമ്പോഴല്ലേ ഇതൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട സന്ദർഭം എത്തുന്നത്. നമ്മൾ കഥ കേട്ട പോലെ പണ്ട് പലതും കേട്ട് കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇത് പലതും നേരിൽ ഹൈഫിളാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ ഇതെങ്ങനെ ഇതിനോട് പ്രതികരിക്കണം, അഭിമുഖീകരിക്കണം എന്നുള്ളത് പലപ്പോഴും ആ പ്രായത്തിലൊന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടാവലുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് പഠിച്ച മദ്രസ പാഠങ്ങളെ വീണ്ടും മനസ്സിൽ ഓർത്തെടുക്കണം, കൂടുതൽ പഠിക്കണം. പഠിക്കണം. അതിനുവേണ്ടിയാണ് മദ്രസ പഠനത്തിന് ശേഷവും വിസ്ഡം സ്റ്റുഡൻസ് ഇതുപോലെ CRE കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ പോലുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് അത് പോകും. മാത്രമല്ല ക്ഷമിക്കും, ഇപ്പോൾ ഈ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം ആ കുട്ടിക്ക് മനസ്സിലാവില്ല നമ്മളിത് എന്താ പറയുന്നത് എന്ന്. പലതും നേരത്തെ പറഞ്ഞ പോലെ ഹിഫ്ലാക്കിയിട്ടുണ്ടാവും. അവനാ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ജീവിതത്തിൽ നടന്നത് ഇന്നലെ ഞാനിത് കണ്ടത്, അപ്പോൾ അതിലേക്കും കൂടി ആ ചേർത്തിയിട്ടുള്ളൊരു സംരംഭം പലപ്പോഴും CREയിലേക്ക് ഒരുപാട് വിദ്യാർത്ഥിനികൾ ഒരുപാട് ഫീഡ്ബാക്കുകളും അതിൻ്റെ അവസാനത്തിനും മറ്റുമൊക്കെ ഒരുപാട് ഗുണങ്ങൾ. അതെ അതെ 1-2 CREക്ക് വന്നൊരു കുട്ടി ആ ഒരു ക്ലാസ് മനോഹരമായിട്ടാണ് നടക്കുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യാറില്ല, അവരത് മുടക്കാറില്ല എന്നുള്ളതും കൂടി ആ ഒരു പ്രോഗ്രാമിൻ്റെ കെട്ടുമട്ടും ഭംഗിയാണ്. പിന്നെ നടത്തുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപാകതയോ മറ്റോ വന്നാലേ ഉള്ളൂ. കാരണം ആ രൂപത്തിൽ തന്നെ അതിനൊക്കെ എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട്. അതെ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെ എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെയൊക്കെ മക്കളെ ഈ ഒരു ഡിഗ്രി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒക്കെ പ്രായത്തിൽ പഠിക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ കൃത്യമായി നിർബന്ധിച്ചും അതോടൊപ്പം പ്രോത്സാഹിപ്പിച്ചും, അതെ അതെ വെറും നിർബന്ധം കൊണ്ട് മാത്രം എല്ലാ ആഴ്ചയും
ആ നിലക്ക് വരണമെന്നില്ല. പങ്കെടുത്തോളന്നില്ല ആ പ്രായത്തിലുള്ള കുട്ടികൾ. അവർക്കൊരു താല്പര്യം കടന്നു വരണം. അതെ. അപ്പോൾ അതിനുള്ള പ്രചോദനങ്ങൾ നൽകുക, അതിന് അനുസൃതമായി നമ്മുടെയൊക്കെ നാട്ടിൽ എവിടെയാണ് ഇത്തരം CRE സെൻറ്റർ ഉള്ളത് എന്നത് അത്തരത്തിലുള്ള പ്രവർത്തകരുമായി അന്വേഷിക്കുക എന്നത് നമ്മുടെ ഒരു കടമയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പക്ഷേ നമ്മുടെയൊക്കെ പ്രദേശത്ത് അങ്ങനെ ഒരു സെൻറ്റർ ഇല്ലെങ്കിൽ അവിടെ ഇത്തരമൊരു സെൻറ്റർ ആരംഭിക്കണം എന്നതിനൊരു ഇനീഷ്യേറ്റീവ് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന, പ്രത്യേകിച്ച് ഈ ദഅ്വാ രംഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കണമല്ലോ. നമ്മുടെ നാട്ടിലൊരു മദ്രസ വേണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ, നമ്മുടെ നാട്ടിലൊരു പള്ളി വേണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ, അതുപോലെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സമാനമായി ദീനി പഠനം മക്കൾക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഒരുക്കലാണല്ലോ ഇതൊക്കെ CRE. പ്രതിഫലാർഹം തന്നെയല്ലേ? നമ്മളതിന് വേണ്ടിയിട്ട് അല്ല, ഞാൻ പള്ളിയോട് കണക്ട് അല്ല അല്ല ചെയ്തോളൂ. അല്ല നമ്മളതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നതാണ് ഉത്തുറു കാസറൻ കബില റഹീൽ. നീ ഇവിടെ നിന്ന് യാത്ര പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം ബാക്കി വെക്കണം. അപ്പം നമുക്ക് തുടങ്ങാൻ കഴിയുമെങ്കിൽ അതിനുള്ള സാധ്യതയും സാഹചര്യവും സംവിധാനവും ഉണ്ടെങ്കിൽ തുടങ്ങുന്നത് തന്നെയാണെന്ത് അഭികാമ്യവും അനിവാര്യതയും. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകട്ടെ. ഒരുപാട് പേർ ഈ ഒരു CREയും മറ്റു ദഅ്വാ പ്രവർത്തനങ്ങളുമായൊക്കെ നമ്മുടെ നാടുകളിലും പ്രദേശങ്ങളിലുമൊക്കെ നിറഞ്ഞ ദഅ്വാ മേഖലയിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും സ്വർഗം പകരമായി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ. എന്നെല്ലാം ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.